സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്നാം ദിനത്തിൽ ആദ്യ സ്വർണം എറണാകുളം നേടി. ജൂനിയർ ആൺകുട്ടികളുടെ 5 കിലോമീറ്റർ നടത്തത്തിൽ കീരാമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ വിദ്യാർത്ഥിയായ അലോഷ്യസ് ബോബനാണ് സ്വർണം നേടിയത്. കനത്ത മഴയിലും മത്സരങ്ങൾ തുടരുകയാണ്. ഇത് കായിക താരങ്ങളുടെ പ്രകടനത്തെ ബാധിക്കുന്നുമുണ്ട്. ഹരികൃഷ്ണൻ തന്നെ വിവരങ്ങളുമായി ചേർന്നു. ഹരി, എന്തായാലും കായിക താരങ്ങളുടെ കുതിപ്പ് കനത്ത മഴയിലും തുടരുകയാണ്. മഴയൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്തായാലും എവിടെ എത്തി മത്സരം? വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് നടക്കുന്ന അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മൂന്നാം ദിനത്തിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ തന്നെയാണ്. മഴ വളരെയധികം ശക്തമായി പെയ്തൊരു സാഹചര്യമാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. അത് കായിക താരങ്ങളെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ 5000 മീറ്റർ, പ്രത്യേകിച്ച് 5000 മീറ്റർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലും വളരെ ശക്തമായ മത്സരമാണ് നടന്നത്. അതും ജൂനിയർ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ബോഡി നല്ല ഹീറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അവർ ആ ഒരു ട്രെയിനിങ് പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ 5000 മീറ്ററാണ്, ഏകദേശം 5 കിലോമീറ്ററാണ് നടക്കേണ്ടത്. അപ്പോൾ ബോഡി സ്വാഭാവികമായിട്ട് ഹീറ്റ് ആവും. പക്ഷേ പുറത്തുള്ള അറ്റ്മോസ്ഫിയർ തണുപ്പും കൂടിയാണ്. അത് സ്വാഭാവികമായിട്ടും കായിക താരങ്ങളെ വല്ലാത്ത രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ നിന്നുകൊണ്ടാണ് അവർ, മാത്രമല്ല സിന്തറ്റിക് ട്രാക്കും കൂടിയാണ്. പക്ഷെ എന്നാൽ പോലും സ്ലിപ്പറി ആയിരുന്നു. പല ഷൂസിലും നമ്മൾ വിദ്യാർത്ഥികൾ നടക്കുമ്പോഴൊക്കെ കണ്ടിരുന്നത് വളരെ സ്ലിപ്പറി ആയിട്ടാണ് പലർക്കും നടന്നത്. അത് അവരുടെ പ്രകടനത്തെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അത് ഈ ക്ലൈമറ്റ് കാരണം, ഈ മഴ കാരണം ശക്തമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. മൂന്നാം ദിനത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ സ്വർണ്ണം അടിച്ചിരിക്കുന്നത് എറണാകുളമാണ്. കീരാമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്കൂളിൽ നിന്നും അലോഷ്യസ് ബോബനാണ് സ്വർണ്ണം നേടിയിരിക്കുന്നത്. അലോഷ്യസ് ബോബനാണ് ജൂനിയർ വിഭാഗം 5000 മീറ്ററിൽ എറണാകുളത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം നേടിയിരിക്കുന്നത്. മൂന്നാം ദിനം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഏറ്റവും ഗ്ലാമർ പോരാട്ടം ഇന്നലെ ഉണ്ടായിരുന്നത് 100 മീറ്റർ മത്സരമാണ്. വേഗരാജാവിനെയും വേഗറാണിയൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നടക്കാൻ പോകുന്ന ഗ്ലാമർ പോരാട്ടം 4x400 മീറ്റേഴ്സ് റിലേ ആണ്. കൂട്ടത്തിൽ ഹേർഡിൽസും ഉണ്ട്. 4x400 മീറ്റേഴ്സ് റിലേയിൽ 4 വിഭാഗത്തിലായിരിക്കും മത്സരം നടക്കുക. ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ്, ഈ 4 വിഭാഗത്തിലുമായിട്ടുള്ള ഫൈനൽ മത്സരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നടക്കുന്നത്. ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം 4x400 മീറ്റർ റിലേക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേകതരം ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ നമ്മുടെ കായികമേളയിൽ തന്നെ ഉണ്ട്. അത് കാണാൻ തന്നെ രസമാണ്. ആ രസ ഓട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാമർ പോരാട്ടത്തിന് ഇന്ന് വൈകുന്നേരം ആരാണ് ആ ഒരു ടാക് ടീം ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി ഓവറോൾ ടൈം അത്ലറ്റിക്സിൽ എന്തായാലും പാലക്കാട് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇന്നലെ മാത്രം അവർ 5 സ്വർണ്ണമാണ് നേടിയെടുത്തത്. 3000 മീറ്റർ 4 വിഭാഗങ്ങളിലും രാവിലെ അവർ സ്വർണ്ണം നേടിയെങ്കിൽ ഇന്നലെ രാത്രി 100 മീറ്റർ മത്സരങ്ങളിൽ അവർ പാലക്കാട് ഒരു സ്വർണ്ണം നേടി. അങ്ങനെ 5 സ്വർണ്ണം അത്ലറ്റിക്സിൽ പാലക്കാട് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അക്വാട്ടിക്സിൽ തിരുവനന്തപുരം തന്നെ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം അക്വാട്ടിക്സ് മാത്രമല്ല, ഓവറോൾ ചാമ്പ്യൻഷിപ്പിലും തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതും ഭീകരമായ പോയിന്റിലാണ്. തിരുവനന്തപുരം 1000 പോയിന്റ് തൊട്ടരികിലാണ്. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും തിരുവനന്തപുരം തന്നെ നേടും. അതായത് കൊച്ചിയിൽ സംഭവിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം തന്നെയായിരിക്കാം 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് ഇത്തവണയും തിരുവനന്തപുരം തന്നെ തൂക്കിയിടിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. 968 പോയിന്റാണ് നിലവിൽ തിരുവനന്തപുരം ഉള്ളത്. 1000 പോയിന്റിന് ഏകദേശം 32 പോയിന്റ് അകലെ മാത്രമാണ് നിൽക്കുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരം 1000 പോയിന്റ് അടിക്കും. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തൊട്ട് പിന്നിലുള്ളത് തൃശ്ശൂരാണ്. കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. തൃശ്ശൂർ 464 പോയിന്റും കണ്ണൂർ 426 പോയിന്റുമാണ്. ആദ്യം ഇന്നലെ രാത്രി കഴിയുന്നതിന് തൊട്ട് മുമ്പ് വരെ കണ്ണൂരായിരുന്നു 2ാം സ്ഥാനത്തെങ്കിൽ കണ്ണൂരിനെ പിന്തള്ളിക്കൊണ്ടാണ് തൃശ്ശൂർ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും നോക്കുക, തിരുവനന്തപുരം 968ഉം തൃശ്ശൂർ 464, ഏകദേശം 504 പോയിന്റിന്റെ വ്യത്യാസം 1ാം സ്ഥാനക്കാരും 2ാം സ്ഥാനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത്തവണത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വലിയ മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ ആ സ്വർണ്ണക്കപ്പ് 117.5 പവനുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം തന്നെ നേടിയെടുക്കും. ഇതിൽ ആവേശകരമായ മത്സരങ്ങൾ തന്നെയാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ നടക്കുന്നത്. വൈകുന്നേരമാണ് ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്നത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.